വലിയ ചതിവായി പോയി ദാസം കുഞ്ഞെ. എന്നോട് ഇത് വേണ്ടായിരുന്നു. ആണും പെണ്ണും പൊന്നുമായിട്ട് എനിക്ക് ആകെയുള്ളത് എന്റെ നസീമയാണ്. കുഞ്ഞ് മുൻകൈ എടുത്ത് കല്യാണം നടത്തുന്നത് ഇതിനായിരുന്നോ? മൂപ്പ വലിയ വലിയ ഉണ്ടായിരുന്ന ഇത് സംഭവിക്കില്ലായിരുന്നു. ഇന്നലെ വന്ന ദാസകുഞ്ഞിന് ഈ പാവത്തിന്റെ കണ്ണീര് മനസ്സിലാകത്തില്ല. മൂപ്പ ഞാൻ തെറ്റോ ശരിയോ നോക്കാണ്ട് ഈ കൊണ്ട് കൊല്ലം മുഴുവൻ എന്റെ ജീവൻ വളയം വെച്ച് ഈ പണിക്ക് പോയത് എന്റെ മോക്ക് വേണ്ടിയാണ്. ഓളുടെ നിക്കാവിന്റെ അന്ന് പുതിയാപ്പിളെ പോലീസ് സെർച്ച് ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞാൽ ഈ ചതി സഹിക്കാൻ നിൽക്കരുത് ദാസം കുഞ്ഞെ. മൂപ്പ ഞാൻ പറയുന്നത് കേൾക്കും. അബു ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവനെ ആരും ഉപദ്രവിക്കുമില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെ ഞാൻ അവനെ ഇറക്കിക്കൊണ്ടുവരും. മൂപ്പ ധൈര്യമായിട്ട് പൊക്കോളൂ. എന്റെ മോടെ കണ്ണീര് കാണുമ്പോ ഞാനല്ലേ പറയുന്നത്? പൊക്കോളൂ. ചന്ദ്ര ചന്ദ്രയുടെ ഇവിടെ ഇല്ല. അബുവിന്റെ വീട്ടിൽ ആ സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചത് ആരാണ്? എനിക്കറിയില്ല. നിനക്കറിയില്ല? ഇല്ല. അറിയില്ലേ? ആരാണ് ഒളിപ്പിച്ചു വെച്ചത്? എനിക്കറിയില്ല. ആരാണ് ഒളിപ്പിച്ചു വെച്ചത്? ഇന്നലെ നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത അബുവിനെ വിട്ടയക്കണം. അബുവിന്റെ വീട്ടിൽ ആ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചതിനാണ്. കരുതി കൂട്ടി ആ പാവത്തെ കൊടുക്കാൻ വേണ്ടി. ശരിയാണോ ചാർലി? അതെ. എന്തിനു വേണ്ടി? ദാസേട്ടൻ പറഞ്ഞതുകൊണ്ട്. ഞാനോ? അതെ. യു ബ്ലഡി ബ്രോ തനാദാസ്. നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ സ്വീകരിക്കുന്ന പോലെ തന്നെ ചാർലിയുടെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് സ്വീകരിച്ചേ പറ്റൂ. പക്ഷെ നിങ്ങൾക്ക് അത് തെളിയിക്കാൻ കഴിയില്ല ഇൻസ്പെക്ടർ. ഒരിക്കലും. കാരണം അത് സത്യമല്ല. തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിലോ? അബുവിന്റെ വീട്ടിൽ മാത്രമല്ല, വേറെ എവിടെയൊക്കെ നിങ്ങൾ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇംപോസിബിൾ. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ ഞാൻ അവകാശപ്പെടാറുള്ളൂ. മിസ്റ്റർ തനാദാസ് പ്ലീസ് വരൂ, നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. സത്യമേത് അസത്യമേതെന്ന് അപ്പോഴറിയാമല്ലോ.